ബഹുമാനപ്പെട്ട റഈസുൽ ഉലമാ സുലൈമാൻ ഉസ്താദ്, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ്, ആ ഒരു നേതൃത്വത്തിന്റെ കീഴിൽ അൽഹംദുലില്ലാഹ് എത്രമാത്രം സന്തോഷത്തോടുകൂടെയാണ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരിന്ന് പ്രവർത്തന ഗോതയിലുള്ളത്. അതിനുവേണ്ടി സഹകരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, മജ്ലിസുൽ വസീലയുണ്ട് എന്ന് പറയുമ്പോ അതിലേക്ക് മക്കളെ പറഞ്ഞയച്ചുകൊണ്ട് എന്റെ മോനൊന്ന് നന്നാവട്ടെ, സ്വലാത്തിന്റെ മജ്ലിസ് ഉണ്ടെന്ന് കേൾക്കുമ്പോ അതിലേക്ക് ചീരണി കൊടുത്തയക്കുന്ന ഉമ്മമാരെ നിരാശപ്പെടേണ്ടതില്ല. ആ സാദാത്തുക്കളുടെ പണ്ഡിതന്മാരുടെ ദുആയിൽ നമ്മളെല്ലാവരും ഉണ്ട്. അവരോ വിശ്രമമില്ലാതെ ഓടുകയാണ്, വിശ്രമമില്ലാതെ ഓടുകയാണ്. നോക്ക് നിങ്ങള്, വയസ്സ് 90ന്റെ അരികിലെത്തി. ഒരുപാട് രോഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഇടക്കാലത്തുണ്ടായി. തൽക്കാലം ഞാനിനി ഒന്നിലേക്കുമില്ല, അല്ലെങ്കിൽ ഞാനിനി ഇറങ്ങി പ്രവർത്തിക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിച്ച് സുൽത്താനുൽ ഉലമ ഒരു ഭാഗത്ത് ഒതുങ്ങി നിന്നില്ല. അവരിപ്പോഴും ഊർജസ്വലരാണ്. കഴിഞ്ഞയാഴ്ച തൃശൂരിൽ വെച്ച് നടന്ന സമ്മേളനത്തിന് 3 ദിവസവും ആ മഹാനായ നേതാവ് ആ വേദിയിൽ തന്നെ സജീവമായുണ്ട്. എന്തിനു വേണ്ടി? ആളാകാൻ വേണ്ടിയല്ല, ഇനി ആളാകേണ്ട കാര്യമില്ല, ആളായിട്ടുണ്ട് എന്ന് ലോകം സമ്മതിച്ച നേതൃത്വമാണ്. ആ നേതാവ് എന്തിനു വേണ്ടിയാ 3 ദിവസവും അവിടെ നിന്നത്? തന്റെ പിന്മുറക്കാരായ പ്രവർത്തകര്, അവിടുത്തെ ശിഷ്യന്മാര്, അവരിനിയും ഈ സത്യത്തിന്റെ വഴിയിലേക്ക് ധാരാളം ആളുകളെ തെളിച്ചു കൊണ്ടുവരട്ടെ, അതിനാവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും എല്ലാം നൽകിക്കൊണ്ട് ആ പ്രവർത്തനങ്ങളൊക്കെ വീക്ഷിച്ചുകൊണ്ട് സന്തോഷത്തിന്റെ കണ്ണുനീരടക്കിടക്ക് ഒഴുക്കിക്കൊണ്ട് തൃശൂരിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടിയ സുൽത്താനുൽ ഉലമക്ക് വീടില്ലാഞ്ഞിട്ടല്ല, ഭാര്യയില്ലാഞ്ഞിട്ടല്ല, കുടുംബമില്ലാഞ്ഞിട്ടല്ല, അതൊക്കെയുണ്ട്. അവർക്ക് ആവശ്യമായതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രസ്ഥാനം തളർന്നു പോകാൻ പാടില്ല. സുന്നത്ത് ജമാഅത്തിനെ ബിദ്അത്തിന്റെ കക്ഷികളടക്കം, അതുപോലെ മറ്റുള്ള ശത്രുക്കളടക്കം കൊത്തിവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്നങ്ങ് തീരുമാനിച്ചുകൊണ്ട് നമ്മുടെ നേതൃത്വം പ്രവർത്തന രംഗത്ത് സജീവമാണ്. അവര് SSFന്റെ പ്രവർത്തകരെ വിളിക്കുകയാണ്, SYSകാരെ വിളിക്കുകയാണ്, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകരെ വിളിക്കുകയാണ്. സമസ്ത സെന്റിനറി ആഘോഷത്തിന്റെ ഭാഗമായി, 100ാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ഈ 2024 SYSന്റെ ആഘോഷ പ്രവർത്തനങ്ങൾ സമാപിക്കുമ്പോ 2025 ഈ 2025 കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളുടെ കാലമാണ്. ഇൻഷാ അല്ലാഹ് ഈ അടുത്ത മാസം ഫെബ്രുവരി മാസത്തില് കോഴിക്കോട് വെച്ച് മുസ്ലിം ജമാഅത്തിന്റെ സമ്മേളന പ്രഖ്യാപനം നടക്കാനിരിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നീട് സമസ്തയുടെ 100ാം വാർഷിക മഹാസംഗമം ഈ കേരളത്തിലെയും ഇന്ത്യ രാജ്യത്തിനും തന്നെ വലിയ പ്രതീക്ഷയായി നമ്മുടെ നേതൃത്വം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല നമ്മുടെ നേതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഉസ്താദ് സുഖമില്ല, ഞാനിനി തൽക്കാലമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലങ്ങ് വിശ്രമിച്ചാൽ ആരും എതിർക്കൂല. ഉസ്താദെ നിങ്ങൾ വിശ്രമിച്ചോളൂ എന്നേ പറയുകയുള്ളൂ. പക്ഷേ ആ നേതാവ് വിശ്രമിച്ചാൽ, ആ നേതാവ് ഒന്ന് വീട്ടിലൊതുങ്ങിക്കൂടിയാൽ ചിരിക്കുന്ന ഒരുപാട് ശത്രുക്കളുണ്ട്, സന്തോഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ ചിരിച്ചാലും സന്തോഷിച്ചാലും ഇനി ഇല്ല എങ്കിലും
അവരൊരു ഭാഗത്ത് റെസ്റ്റ് എടുത്താൽ, അവരൊരു ഭാഗത്ത് വിശ്രമിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് പള്ളികൾ ഇനിയും ഉണ്ടാകേണ്ടതുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങൾ വളരേണ്ടതുണ്ട്, ഒരുപാട് ദീനീ പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട്, ആയിരക്കണക്കിന് ആലിമീങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്, മുത്തഅല്ലിമീങ്ങൾ വളരേണ്ടതുണ്ട്, ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട്. എല്ലാം കണ്ടുകൊണ്ട് രാജ്യത്തെ ഭരണകൂടവും സംവിധാനവും അടക്കം സമ്മതിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത്, ഈ പ്രസ്ഥാനം കഴിഞ്ഞ കാലത്ത് ഈ രൂപത്തിലൊക്കെയാണ് ഞങ്ങളെയൊക്കെ വളർത്തിയെടുത്തത്. എന്തെങ്കിലും തെറ്റുകൾ കാണുമ്പോ ഞങ്ങളുടെ നേതൃത്വം ഞങ്ങളോട് സൂചിപ്പിക്കുന്നു, അത് ചെയ്യല്ല മക്കളെ, ആ രൂപത്തിലല്ല നമ്മൾ വളരേണ്ടത് എന്നിങ്ങനെ ഉപദേശിക്കുന്നു. വീട്ടിൽ നിന്ന് ഉപദേശം ലഭിക്കുന്നു. അൽഹംദുലില്ലാഹ്, അതിന്റെ ഫലമാണ് ഇവിടെ ഈ ഒരു മജ്‌ലിസ് ഒരുക്കുമ്പോ, ഈ ഒരു വേദി ഒരുക്കുമ്പോ ഓടി നടക്കുന്ന ഒരുപാട് പ്രവർത്തകരുണ്ട്. ഞാൻ വളരെയേറെ നന്ദിയോടുകൂടെ അനുസ്മരിക്കുന്നു. ഇവിടെ ഈ രൂപത്തിലൊരു വേദി നമ്മൾ ഒരുക്കുമ്പോ CK നഗറിന് ഇത് പുതുമയല്ല. മാസത്തിലും അല്ലെങ്കിൽ 2 മാസത്തിലും അല്ലെങ്കിൽ ആഴ്ചകളിൽ തന്നെയും ധാരാളം വേദികൾ സംഘടനയുടെ കീഴിൽ തന്നെ നടക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ പ്രദേശം. എന്തേ നിങ്ങൾക്ക് ഇതുകൊണ്ട് കിട്ടി എന്ന് ചോദിച്ചാൽ, അൽഹംദുലില്ലാഹ്, ഈ ഒരുമിച്ച് കൂടിയ പ്രവർത്തകര്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയില്ലേ, ഒരു മുഅ്മിനായ മനുഷ്യൻ നമ്മുടെ മഹല്ലിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ, ആണാവട്ടെ പെണ്ണാവട്ടെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന ആരായാൽ തന്നെയും ആ വീട്ടിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്തിന്റെ ഭാഗമായി തഅ്സിയത്തിന് വേണ്ടി പോവുകയാണ്. പോയിട്ടെന്താ ചെയ്യുന്നത്? അവിടെ പായസമുണ്ട്, അത് കുടിക്കുകയല്ല ഉദ്ദേശം. അവിടെ ചായയുണ്ട്, അത് കഴിക്കുകയല്ല ലക്ഷ്യം. മറിച്ച് ആ വീട്ടുകാരെ ആശ്വസിപ്പിക്കുക, മരണപ്പെട്ടയാളിന് വേണ്ടി ദുആ ചെയ്യുക. അൽഹംദുലില്ലാഹ്, എത്രയാളുകൾ സന്തോഷം പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് ഞങ്ങളെ വീട്ടിലേക്കൊന്നും തഅ്സിയത്തിന് SYSകാര് വരൂല എന്നായിരുന്നു. ഇന്നലെ അവർ വന്നു എന്ന് കണ്ണ് നിറച്ചുകൊണ്ട് ഒരു സഹോദരൻ കഴിഞ്ഞ ഒരു ദിവസം എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മാറ്റി നിർത്തേണ്ട സമയമല്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന ആളുകള് അവരെല്ലാവരും സന്തോഷത്തോടുകൂടെ ഒരുമിച്ച് കൂടണം. അല്ലാഹു തആല ആ രൂപത്തില് നല്ല റാഹത്തുള്ള ഒരു ഐക്യം നമ്മുടെ ഉലമാഇന്റെ ഇടയിൽ, നേതാക്കൾക്കിടയിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിലാണ് സംഘടന നമ്മുടെ പുതിയ തലമുറയെ വളർത്തിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ട് എന്റെ ഉമ്മമാരോട് പ്രത്യേകിച്ചും സഹോദരന്മാരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, SBS-ന്റെ സുന്നി ബാലസംഘത്തിന്റെ, മഴവിൽ സംഘത്തിന്റെ അല്ലെങ്കിൽ SSF-ന്റെ ഒക്കെ ഒരു വേദി ഇന്ന് ഓഫീസിലുണ്ട്, മദ്രസയിലുണ്ട് എന്ന് നമ്മുടെ മക്കള് പറയുമ്പോ അവരെ നിങ്ങൾ പറഞ്ഞയക്കണം, അവരെ നിങ്ങൾ അതിന്റെ ഭാഗമാക്കണം. തിരിച്ചു വന്നിട്ട് നിങ്ങൾ ചോദിക്കണം, എന്തായിരുന്നു മജ്‌ലിസിലുണ്ടായിരുന്നത്? അവര് നിങ്ങളോട് ആ വിഷയം പങ്കുവെക്കും. അൽഹംദുലില്ലാഹ്, കേരളത്തിന്റെ എല്ലാ യൂണിറ്റുകളിലും SSF-ന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സുംറ എന്നൊരു പദ്ധതിയുണ്ട്. ഒരു വീട്ടില് കുട്ടികളൊക്കെ ഒരുമിച്ച് കൂടുന്നു, ആ വീട്ടിൽ നിന്ന് അവര് തബാറക ഓതുന്നു, ആ വീട്ടിൽ നിന്ന് അവര് യാ അക്രമ ബൈത്ത് ചൊല്ലുന്നു, ആ വീട്ടിൽ വെച്ച് ഒരാള് ദുആ ചെയ്യുന്നു. ആ സുംറയുടെ വേദി 2-3 ആഴ്ച കഴിയുമ്പോ പിന്നെ അതൊരു ഹൽഖ എന്ന രൂപത്തിൽ രൂപപ്പെടുന്നു. ആ ഹൽഖയിൽ വെച്ച് ആ സമയം ആ മഹല്ലിൽ നിന്ന് മരിച്ചു പിരിഞ്ഞ ആളുകൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുകയാണ്. ഇതിനു വേണ്ടിയാ നിങ്ങളുടെ മക്കളെ SSF-കാര് വിളിക്കുന്നത്, ഇതിനു വേണ്ടിയാ നിങ്ങളുടെ മക്കളെ SYS-കാര് ക്ഷണിക്കുന്നത്. ഈ ഒരു നന്മ നാട്ടിൽ നിലനിൽക്കാൻ വേണ്ടിയാണ് മുസ്ലിം ജമാഅത്ത് നിങ്ങളുടെ മക്കളെ വിളിക്കുന്നത്, അല്ലാതെ വൃത്തികേടിലേക്കല്ല, വേണ്ടാത്തതിൽ
യഥാർത്ഥത്തിലേക്കല്ല. അവരുടെ പ്രായത്തിന്റെ അവസ്ഥ വെച്ച് ഒരുപക്ഷെ അവര് നിസ്കരിക്കാൻ പിന്നിലായിരിക്കും. എന്തേ SSF എന്നും പറഞ്ഞു പാഞ്ഞിട്ട് നിസ്കരിക്കാൻ എന്താ നിനക്ക് മടി, എന്തേ നീ നിസ്കരിക്കാത്തത് എന്ന് നമ്മൾ ചോദിക്കും. ചോദിക്കണ്ട എന്നല്ല, ചോദിക്കണം. അവരെ നിസ്കരിപ്പിക്കണം. അവർക്ക് ആവശ്യമായത് നമ്മളും ചെയ്തു കൊടുക്കണം. അങ്ങനെ നല്ല ഒരു തലമുറ നമ്മുടെ നാട്ടിൽ എന്നെന്നും നിലനിൽക്കണം. അല്ലാഹു അതിനെ മജ്‌ലിസൊക്കെ കാരണമാക്കി തരുമാറാവട്ടെ. എത്ര സന്തോഷങ്ങളാണ് സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ളത്. ഞാൻ ആ ഭാഗം നീട്ടി പറയുകയില്ല. പക്ഷേ അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകളുണ്ട്. അൽഹംദുലില്ലാ, ഒരാളങ്ങ് മരണപ്പെട്ടു കഴിഞ്ഞാൽ അവിടെയാണല്ലോ പ്രധാനമായും ബന്ധുക്കളൊക്കെ വിഷമിക്കുന്ന ഒരു ഘട്ടം. വാപ്പ മരിച്ചു, മകന് വല്ലാത്ത പ്രയാസം. ഉമ്മ മരിച്ചു, മക്കളുടെ സമനില വരെ തെറ്റിപ്പോകുന്നു. ഭാര്യയുടെ വേർപാടിൽ മനം നൊന്ത് നിൽക്കുന്ന ഭർത്താവ് മരിച്ചപ്പോൾ ബോധരഹിതയായ ഭാര്യ. ഈ രൂപത്തിലാ നമ്മുടെ നാട്ടുംപുറങ്ങളിൽ പലപ്പോഴും കാണാറുള്ളത്. ആ വീട്ടിലേക്കാണ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ ചെല്ലുന്നത്. അവരങ്ങ് സലാം പറഞ്ഞ് കയറുന്നു. ആ വീട്ടിൽ ഒരുമിച്ച് കൂടുന്നു. മരിച്ചയാള് ഇവരുടെ ചോരയല്ല, മരിച്ചയാള് ഇവരുടെ വല്ലിപ്പയല്ല, വല്ലിമ്മയല്ല. പക്ഷേ മരണപ്പെട്ടയാളുമായി ഇവർക്കൊരു ബന്ധമുണ്ട്. ആ ബന്ധം എന്താണ്? ആ മരിച്ച വീട്ടിലെ ഒരു ചെറിയ കുട്ടിയുണ്ട്. ആ കുട്ടി മജ്‌ലിസുൽ വസീലയിൽ വരുന്ന കുട്ടിയാണ്. ആ മോന്റെ വല്ലിമ്മയാണ് മരിച്ചത്. ആ ഒരൊറ്റ ബന്ധം, ആ ബന്ധം വെച്ചുകൊണ്ട് എല്ലാ പ്രവർത്തകരും അവിടെ ഒരുമിച്ച് കൂടുന്നു. തഹ്ലീൽ ചൊല്ലുന്നു, യാസീൻ ഓതുന്നു. മുതിർന്ന ഒരു ഉസ്താദ് അല്ലെങ്കിൽ ഒരു മുത്തഅല്ലിമ് അതൊക്കെ ഹദിയ ചെയ്ത് ദുആ ചെയ്യുന്നു. ഇതങ്ങ് കേൾക്കുമ്പോ, ഇതങ്ങ് അനുഭവിക്കുമ്പോ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പെണ്ണുങ്ങൾ തന്നെ അടക്കം പറയുന്നു, നമ്മളെ ചെറിയ മോനെ കൊണ്ടല്ലേ ഇത് കിട്ടിയതെന്ന്. ഉമ്മമാരെ, ഈ ഒരനുഭവം നിങ്ങളെ വീട്ടിലുണ്ടാകണ്ടേ? ഈ ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ നിലനിൽക്കണ്ടേ? അതിന് SSF വേണ്ടേ? SYS വേണ്ടേ? മുസ്ലിം ജമാഅത്ത് വേണ്ടേ? മജ്‌ലിസുൽ വസീല വേണ്ടേ? നമുക്ക് മജ്‌ലിസുൽ മീം നിലനിൽക്കണ്ടേ? നമുക്ക് SYSന്റെ സാന്ത്വന പ്രവർത്തനങ്ങൾ തുടരേണ്ടേ? അതിന് നമ്മളെല്ലാവരും സഹകരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ നേരത്തെ SYSന്റെ സമ്മേളനത്തിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് അന്ന് പ്രസംഗിച്ചപ്പോ പറഞ്ഞിരുന്നു, ഞാനൊക്കെ SSFൽ പ്രവർത്തിച്ചിരുന്ന ആ സമയത്ത് കോഴിക്കോട് വെച്ച് SSFന്റെ 20ാം വാർഷിക സമ്മേളനം നടക്കുന്നു. ഖാദിസിയയിൽ വെച്ച് ഫറോക്കിൽ ഒരുക്കിയ ഖാദിസിയ എന്ന പേരിലുള്ള നഗരിയിൽ SSFന്റെ 20ാം വാർഷിക സമ്മേളനം നടക്കുന്നു. ആ സമ്മേളനത്തിൽ സജീവമായുണ്ടായിരുന്ന കണ്ണൂർ ജില്ലയിലെ സംഘടനാ നേതൃത്വത്തിൽപ്പെട്ട മുഹമ്മദ് അലി മാസ്റ്റർ, അദ്ദേഹം സമാപന സമ്മേളനത്തിലേക്ക് തന്റെ നാട്ടിൽ നിന്ന് ആളുകളെ കൊണ്ടുവരാനുള്ള വാഹനമൊക്കെ തരപ്പെടുത്താനായി നാട്ടിലേക്ക് പോകുന്ന വഴിയിൽ അപകടത്തിൽപ്പെട്ടു മരിച്ചു പിരിഞ്ഞു. സുബ്ഹാനല്ലാഹ്. SSFന്റെ 20ാം വാർഷിക സമ്മേളന വേദി വളരെ സന്തോഷത്തോടുകൂടെ, വളരെ ആവേശത്തോടുകൂടെ പ്രവർത്തകരൊക്കെ അതിൽ ലയിച്ചു നിൽക്കുന്നതിന്റെ ഇടക്കാണ് സമ്മേളന പന്തലിൽ സജീവമായിരുന്ന ഒരു പ്രവർത്തകന്റെ മരണത്തെ കുറിച്ച് കേൾക്കുന്നത്. കണ്ണുകൾ നിറഞ്ഞു. ഖണ്ഡമിടറിക്കൊണ്ടെല്ലാവരും പടച്ച റബ്ബിനോട് തേടി.
ഖാദിസിയ സമ്മേളനത്തിന്റെ സമാപന ദിവസം, ആ സമാപന വേദി കോഴിക്കോട് വെച്ചാണ് അരങ്ങേറിയത്. കോഴിക്കോട് മാനാഞ്ചിറ മൈതാനിയിൽ അഥവാ ഖാദിസിയ നഗരിയിൽ വെച്ച് സമാപന സമ്മേളനം നടക്കുമ്പോ ഔദ്യോഗികമായ ദുആ കഴിഞ്ഞ ഉടനെ തന്നെ വന്യരായ സുൽത്താനുൽ ഉലമ എഴുന്നേറ്റ് നിന്നു. ആരാ സുൽത്താനുൽ ഉലമ? മരിച്ച മുണ്ടേരി മുഹമ്മദ് അലിയുടെ വല്ലിപ്പയല്ല, അവന്റെ ഉപ്പയല്ല, അദ്ദേഹത്തിന്റെ ബന്ധുവല്ല. പക്ഷേ ആ ഉസ്താദിന്റെ എത്രയോ ലക്ഷക്കണക്കിന് അനുയായികളിൽപ്പെട്ട ഒരു പ്രവർത്തകനാണ്. ആ പ്രവർത്തകന്റെ കാര്യത്തിൽ എഴുന്നേറ്റ് നിന്ന് മൈക്കെടുത്തുകൊണ്ട് ഉസ്താദ് പറഞ്ഞു, ഓ പ്രിയപ്പെട്ട പ്രവർത്തകരെ, നമ്മെപ്പോലെ ഈ സമ്മേളനത്തിൽ സജീവമായി ഉണ്ടാകേണ്ടിയിരുന്ന മുഹമ്മദ് അലി അപകടത്തിൽപ്പെട്ട് മരിച്ചല്ലോ. അവന്റെ പരലോക രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് തഹ്ലീൽ ചൊല്ലണം. ആ സദസ്സിനോട് പറയുന്നു, എല്ലാവരും ഒരു 10 തവണ തഹ്ലീൽ ചൊല്ലണമെന്ന്. കൂടിയ ലക്ഷക്കണക്കിന് ആളുകൾ 10 തവണ അവിടുന്ന് തഹ്ലീൽ ചൊല്ലിയപ്പോ ആ തഹ്ലീൽ എത്ര ലക്ഷമായി ഉയർന്നു പ്രിയപ്പെട്ടവരെ. എന്നിട്ട് ശൈഖുന ഒരു ദുആ നടത്തുന്നു, അല്ലാഹുവേ, ഇവിടെ ചൊല്ലപ്പെട്ട തഹ്ലീലൊക്കെ സ്വീകരിച്ച് മുണ്ടേരിയിലെ മുഹമ്മദ് അലിയുടെ പരലോക രക്ഷയ്ക്ക് കാരണമാക്കണം അല്ലാ എന്നങ്ങ് ദുആ ചെയ്തപ്പോ സ്റ്റേജിലുള്ള ആലിമീങ്ങൾ, സദസ്സിലുള്ള പ്രവർത്തകരും ആലിമീങ്ങളും എല്ലാവരും കൈയുയർത്തിക്കൊണ്ട് ആമീൻ പറഞ്ഞു. ഞാനൊരു കാര്യം ഉറച്ചു പറയുകയാണ്, ഒരു SSFകാരനായി അല്ലെങ്കിൽ ഒരു സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനായി ഈ ലോകത്ത് നിന്ന് യാത്ര ചോദിക്കണമെന്ന് അന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം അത്രയും വല്ലാത്ത ഒരു അവസരമായിരുന്നു. മരിക്കാതെ നമ്മൾ ഇവിടെ ശാശ്വതമായി കഴിയൂലല്ലോ. മരിക്കാനുള്ള സമയം നമുക്ക് റബ്ബ് പറഞ്ഞു തന്നിട്ടില്ലല്ലോ. എപ്പോഴായാലും നിശ്ചയിച്ച അവധിയെത്തിയാൽ തിരിച്ചു പോകേണ്ടവരല്ലേ. തിരിച്ചു പോയാലോ തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണതാകയാൽ കരത്തിലുള്ളതൊക്കെയും അതിർത്തിയിൽ ത്യജിക്കണം. കവി പാടിയത് അങ്ങനെയാണ്. ഇങ്ങോട്ട് തിരിച്ചു വരാത്തൊരു യാത്രയാണ്. അതുകൊണ്ട് കയ്യിലുള്ളതൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല. നമ്മളൊരു യാത്ര പോവുകയാണ്, ഒരു വൺ ഡേ ടൂർ പോവുകയാണ്, അല്ലെങ്കിൽ ദിവസങ്ങളെടുത്തുള്ള ഒരു യാത്രയാണ്. ആ യാത്രക്ക് വേണ്ടി എത്ര ദിവസം മുമ്പ് നമ്മൾ ഒരുങ്ങും, ഏതെല്ലാം വസ്തുക്കൾ ഒരുക്കി വെക്കും, എല്ലാം തയ്യാറ് ചെയ്തിട്ടല്ലേ നമ്മൾ യാത്രക്ക് ഒരുങ്ങുകയുള്ളൂ, പുറപ്പെടുകയുള്ളൂ. എന്നാൽ എന്നേക്കുമുള്ള യാത്രക്ക് വേണ്ടി ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ? നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? ആ യാത്ര ഉണ്ട് എന്നുള്ളത് ഉറപ്പല്ലേ? സമർത്ഥനായ സീസറും പ്രശസ്തരായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്ന് പോയി കാലചക്ര വിഭ്രമത്തിലെങ്കിലേ നമുക്ക് പിന്നെ എന്ത് ശങ്ക, മാറ്റമൊന്നുമില്ലതിൽ. ഒരിക്കലീ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞ് നാം തിരിക്കണം, വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെടാ. അങ്ങനത്തെ ഒരു യാത്ര നമുക്ക് പോകാനില്ലേ? ആ യാത്രക്ക് വേണ്ടി നമ്മൾ വല്ലതും ഒരുക്കി വച്ചിട്ടുണ്ടോ? ഞാനിത് ചോദിക്കുന്നത് എന്നോടാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. അവിടെ നമുക്ക് പ്രതീക്ഷയാകുന്നത് ഇത്തരം ആത്മീയമായ തുരുത്തുകളാണ്, കൂട്ടായ്മകളാണ്. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ.
മരിക്കുന്നതിന്റെ മുമ്പ് ചില നന്മകൾ നമുക്ക് ചെയ്യാൻ സാധിക്കണം, ചില നല്ല കാര്യങ്ങൾ ഓർക്കാൻ കഴിയണം. ഞാൻ ആലോചിക്കുകയാണ്, കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ട നമ്മുടെ കാരാടൻ അബ്ദുസമദ് ഹാജി, അല്ലാഹു അവരെ ഖബർ വെളിച്ചമാക്കട്ടെ. അവരെ മക്കളാണ് ഈ മജ്ലിസിലേക്ക് മധുരം നൽകുന്നത്. അല്ലാഹു തആല അത് സ്വീകരിക്കുമാറാവട്ടെ. അവര് വിനീതനായ എന്നെ അന്വേഷിച്ചു, യൂസുഫ് ഉസ്താദിനെ അന്വേഷിച്ചു, നമ്മുടെ നാട്ടിലെ മുത്തഅല്ലിമീങ്ങളായ ഞങ്ങളെയൊക്കെ ചോദിച്ചു, കാണാൻ താല്പര്യം പറഞ്ഞു. ഞാൻ അതിന്റെ തൊട്ട് ദിവസം മുമ്പാണ് ഉംറ കഴിഞ്ഞു വന്നത്. എന്നെ ചോദിച്ചപ്പോ ഉംറയിലാണ്, എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെയുണ്ട് നമ്മുടെ അബൂബക്കർ കോയ ഹാജിയുടെ മകൻ അബ്ദുസമദ് എന്നെ വിളിക്കുന്നു, ഉസ്താദേ സമ്മതാക്ക നിങ്ങളെ ചോദിച്ചു, 2-3 തവണ ചോദിച്ചിരുന്നു. ഞാനപ്പോ നിങ്ങൾ ഉംറക്ക് പോയതാണെന്ന് പറഞ്ഞു. ഇന്നും ചോദിച്ചു എന്നറിഞ്ഞപ്പോ ആ വ്യാഴാഴ്ച അസ്ർ നിസ്കാരം കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തിന്റെ മകനെ വിളിച്ചു, ഷഫീഖിനെ വിളിച്ചിട്ട് ചോദിച്ചു കാണാൻ പറ്റുമോ എന്ന്. കാണാമെന്നറിയിച്ചു. അസ്ർ നിസ്കാരം കഴിഞ്ഞ് ICUവിലേക്ക് കടന്നു. സുബ്ഹാനല്ലാഹ്. സമദ് ആക്കാനോട് സലാം പറഞ്ഞു, സലാം മടക്കി. അദ്ദേഹം പറഞ്ഞു, എനിക്കും വേണ്ടി ദ്വാരക്കണം, എന്റെ ഈമാൻ സലാമത്താകണം. നോക്ക് നിങ്ങള്, ഞാൻ ആരുമല്ല, പക്ഷേ ഞാനും അദ്ദേഹവും ഒക്കെ ഒരു മുഅ്മിനാണല്ലോ. ഈമാനികമായ ബന്ധമാണല്ലോ വലുത്. ഞാൻ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു, ദുആ ചെയ്തു കൊടുത്തു. എന്നെ കൊണ്ടാകുന്നത് പോലെ ഖുർആൻ ഓതിന്ന് ഊതിക്കൊടുത്തു. ആ സൂര്യൻ അസ്തമിച്ചിട്ട് അന്നത്തെ രാത്രിയിൽ പിന്നീട് നമ്മൾ കേൾക്കുന്നത് സമദ് ഹാജി മരണപ്പെട്ടു എന്നാണ്. പ്രിയപ്പെട്ടവരെ, മരിക്കുന്നതിന്റെ മുമ്പ് ചില നന്മകൾ ചെയ്യാൻ, ചില നല്ല വിചാരങ്ങൾ നമ്മുടെ കൽബിലെത്താൻ നമ്മൾ ആ രൂപത്തിൽ പാകപ്പെടേണ്ടതുണ്ട്. അതിന് നല്ലതിനെ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്, നല്ലതിനെ എപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കേണ്ടതുണ്ട്, നല്ലതുമായി ബന്ധപ്പെട്ട് ജീവിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങള്, അതിനുവേണ്ടിയാണ് നമ്മുടെ ആത്മീയമായ കൂട്ടായ്മകള്. ഞാൻ എന്നോട് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയുന്നു, അതുകൊണ്ട് മരിക്കുന്നതിന്റെ മുമ്പായി ആഖിറത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരുക്കി വച്ചിട്ടുണ്ടോ ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രതീക്ഷയുള്ള 3 കാര്യങ്ങളെ ഉള്ളൂ. അത് മുത്തുനബി പറഞ്ഞതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വവലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സന്താനമെന്ന് നമ്മുടെ മക്കൾക്ക് ആ ഒരു ബോധം വേണം. നമ്മുടെ മക്കൾ ആ രൂപത്തിൽ ചിന്തിക്കണം. മരിച്ചു കഴിഞ്ഞ ഉമ്മയുടെ മയ്യത്തിന്റെ അരികിലേക്ക്, മരണപ്പെട്ട വാപ്പാന്റെ ഖബറിങ്കലേക്ക് സ്വബോധമില്ലാതെ അല്ലെങ്കിൽ വെളിവില്ലാതെ വരുന്നവരായി നമ്മളെ മക്കള് മാറാൻ പാടില്ല. അതിനിപ്പോ SSF കൂടിക്കോളണമെന്നുണ്ടോ? ഇല്ല. നല്ല നിലക്ക് ജീവിച്ചാൽ മതി. പക്ഷേ SSF SYS മുസ്ലിം ജമാഅത്തിൽ കൂടുന്നത് കൊണ്ടുള്ള നേട്ടം എന്താണ്? നല്ല നിലക്ക് ജീവിക്കലോടുകൂടെ നല്ല ഒരുപാട് കൂട്ടുകാരുണ്ടാകുന്നു, നല്ല നേതൃത്വം ഉസ്താദുമാരുണ്ടാകുന്നു. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തുമൊക്കെ അറിയപ്പെട്ട വലിയൊരു വൈജ്ഞാനിക കേന്ദ്രമാണ് ജാമിഅ മർകസുൽ തഖാഫത്തി സുന്നിയ. ആ സ്ഥാപനത്തിന്റെ ചുവട് പിടിച്ചിട്ട് നമ്മുടെ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും ഇന്ന് വലിയ വലിയ അറബിക് കോളേജുകളും സംവിധാനങ്ങളുമുണ്ട്.
ആ സ്ഥാപനങ്ങളിലും അതേപോലെ നമ്മുടെ നാട്ടുംപുറങ്ങളിൽ നടക്കുന്ന പള്ളി ദർസുകളിലുമെല്ലാം നമുക്കെല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ അവിടത്തെ ബുഖാരി സബ്ഖ് കഴിഞ്ഞാൽ എല്ലാ ദിവസവും എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. ഈ ഇരിക്കുന്ന നിങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരും അവരെ സഹായിക്കുന്നവര് എല്ലാവർക്കും ഖൈറിനും ബറക്കത്തിനും വേണ്ടിയിട്ട് വന്യരായ സുൽത്താനുൽ ഉലമ ദുആ ചെയ്യുമ്പോ ഹദീസുകൾ ചൊല്ലിയ സദസ്, ഇൽമ് പറഞ്ഞ സദസ്, മലക്കുകളുടെ സാന്നിധ്യമുള്ള സദസ്, എത്രയോ മുതഅല്ലിമീങ്ങളും മുഅ്മിനുകളും ഒരുമിച്ച് കൂടുന്ന സദസ്, അവിടെ വെച്ചുള്ള ആ ദുആ ഓരോ ദിവസവും നമുക്ക് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരു നേതൃത്വമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അല്ലാഹുവേ അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയങ്ങ് ആലോചിക്കുമ്പോ നമ്മുടെ മരണം കഴിഞ്ഞാൽ, നമ്മൾ ലോകത്ത് നിന്ന് യാത്ര ചോദിച്ചാൽ നമുക്ക് വേണ്ടി ചെയ്യുന്ന നല്ല ഒരു പിന്തലമുറയുണ്ടാകണം. ഞാൻ ഇങ്ങോട്ട് വന്നതിന്റെ ശേഷം അൽഹംദുലില്ലാഹ് നമ്മുടെ സഹപ്രവർത്തകൻ മഞ്ഞമ്മാട്ടിലെ അബ്ദുസമദ് എന്റെ കയ്യിൽ ഒരു സ്വർണ്ണാഭരണം ഏൽപ്പിച്ചു. അവരുടെ ഉമ്മ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അല്ലാഹു ആ ഉമ്മയുടെ ആഖിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ. ഉമ്മയുടെ പരലോക രക്ഷയ്ക്ക് വേണ്ടി അവരുടെ സ്വർണവള ആ മകൻ എന്റെ കയ്യിൽ കൊണ്ടുവന്നു തന്നു. ഇത് നമ്മുടെ മദ്രസക്ക് വേണ്ടി അവർ തന്നതാണ്. അല്ലാഹുവേ എത്ര വലിയ പ്രതീക്ഷയോടുകൂടെയാണ് ആ സദഖ ചെയ്യപ്പെട്ടത്. ഖബൂലാക്കണം അല്ലാഹ്. അതിന്റെ പ്രതിഫലം ആ ഉമ്മാന്റെ ആഖിറത്തിലേക്ക് എത്തിച്ച് അവരുടെ ബർസഖിയായ ജീവിതം സന്തോഷത്തിലാക്കണം അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, മരിച്ചവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന സുഹൃതങ്ങൾ അതവർക്ക് ഉപകരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് മരിച്ചവർക്ക് വേണ്ടി അൽഹംദുലില്ലാഹ് നല്ല നിലക്ക് എല്ലാ മജ്ലിസിലും നമ്മൾ ദുആ ചെയ്യുന്നത്. അതുപോലെ തന്നെ സംഭാവനകളൊക്കെ നൽകപ്പെടുന്നത്, സദഖകൾ ചെയ്യപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം ഖബൂലാക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ സമദ് ആക്ക അവർക്ക് വേണ്ടിയാണ്, അവരുടെ പേരിൽ ദുആ ചെയ്യാനാണ് ഇന്ന് നമ്മുടെ മജ്ലിസിൽ മധുരം നൽകുന്നത്. ഞാൻ നേരത്തെ ശൈഖുനയുടെ ബുഖാരി സദസ്സിൽ വെച്ച് ദുആ ചെയ്യുമെന്ന് അറിയിച്ചപ്പോ അൽഹംദുലില്ലാഹ് സമദ് ഹാജിക്ക് വേണ്ടി ബുഖാരിയിൽ വെച്ച് ശൈഖുന ദുആ ചെയ്തിരുന്നു അത്രേ. ഈ ഒരു ബന്ധമാണ് നമ്മൾ ആലോചിക്കുന്നത്, ഈ ഒരു ബന്ധമാണ് നമ്മൾ താല്പര്യപ്പെടുന്നത്. അല്ലാഹു തആല നമ്മുടെ ഉസ്താദുമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് മജ്ലിസുൽ വസീല ഇനിയും തുടരണം, മജ്ലിസുൽ വസീല ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മുടെ മക്കള് മാസത്തിൽ ഒരുമിച്ച് കൂടുമ്പോ ആ മക്കളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് നല്ല ചീരണി കൊടുത്തുകൊണ്ടാണ് സദസ്സൊരുക്കാറ്. അൽഹംദുലില്ലാഹ്. ഏത് സംരംഭങ്ങളും വലിയ താല്പര്യത്തോടുകൂടെ ഏറ്റെടുക്കുന്നവരാണ് നമ്മുടെ നാട്ടിലെ മുഅ്മിനീങ്ങൾ. അതുകൊണ്ട് തന്നെ ഇനി ഒരു 7ാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഇടക്ക് 12 മാസം ഇനിയും മജ്ലിസുൽ വസീല വളരെ റാഹത്തായി നടക്കണം. അതിന് നമ്മുടെ മക്കൾക്ക് ഓരോ മജ്ലിസിലും ചീരണി കൊടുക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ചീരണിയിലേക്ക് സഹായിക്കാൻ നമ്മൾ തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്.
കഴിഞ്ഞ ദിവസം നമ്മുടെ മഹലിൽ നിന്ന് മരണപ്പെട്ട ബഹുമാനപ്പെട്ട കൊളക്കാടൻ മുഹമ്മദ് കുട്ടി സാഹിബ്, അള്ളാഹു അവരുടെ ആഖിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ. ഒരുപാട് കാലം രോഗത്തിലായി കഴിഞ്ഞവരാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ, നീ അവർക്ക് നല്ല മഗ്ഫിറത്ത് കൊടുക്കണം റഹ്മാനേ. അവരെ ആഖിറത്തിലെ ദറജ വർദ്ധിപ്പിക്കണം റഹ്മാനേ. ഇങ്ങനെ നമ്മൾ ദുആ ചെയ്യുമ്പോ നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹു തആല മറ്റുള്ളവരെ നിയമിക്കും. നമ്മൾ ദുആ ചെയ്യുക, ദുആക്കൊന്ന് ആമീൻ പറയുക, അത് തന്നെയാണല്ലോ വലുത്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ അടുത്തൊരു വർഷം 12 മാസം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ മജ്ലിസുൽ വസീല, അതിലേക്ക് 1500 രൂപയാണ് ഒരു മാസം ചീരണിക്കാവുക ഇൻഷാ അല്ലാഹ്. പെണ്ണുങ്ങളുടെ ഭാഗത്ത് ബാബുൽ ഖൈറിന്റെ സഹോദരിമാരുണ്ട്. സഹോദരിമാരാരെങ്കിലും താല്പര്യപ്പെടുന്നവരുണ്ട് എങ്കിൽ അവരോട് വിവരം അറിയിക്കുക. സഹോദരന്മാര് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആർക്കൊക്കെ അതിന് സാധിക്കും ഇൻഷാ അല്ലാഹ് ഒരു മാസം ഞാൻ തരും. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ഞാൻ തരും എന്ന് പറയുമ്പോൾ നിങ്ങൾ ദ്വാരക്കണം. ഞാൻ ദ്വാരക്കണി ഒരു ആമീൻ പറഞ്ഞാൽ പോരെ. NP അലിവാവ അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ഇനി 10 വേണം ഒരു കൊല്ലത്തിന്. ആരാ? അബോജി അൽഹംദുലില്ലാഹ്, മഹല്ലിന്റെ സെക്രട്ടറി. അൽഹംദുലില്ലാഹ്. അലവി ഹാജി, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. AV ഷാഫി, അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ഇനി ആരാ പറയും? ഷമീർ, അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഞാനാണ്? അതാ സിദ്ദീഖ് VK, അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. ഞാനാ? ബാവ ഷഫീഖ്. അബൂബക്കർ കോയ ഹാജി AK, അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. AK അബ്ദുള്ള കുട്ടി ഹാജി, അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. ഞാനാണ്? അല്ലാഹു തആല ആരൊക്കെ ഈ സംരംഭത്തിന്റെ ഭാഗമാകുന്നുവോ അവർക്കൊക്കെ അല്ലാഹുവേ നീ ഖൈറും ബറക്കത്തും നൽകണം റഹ്മാനെ. എല്ലാവിധ സന്തോഷവും റാഹത്തും നൽകി അവരെ നീ സ്വീകരിക്കണം റഹ്മാനെ. മരിച്ചുപോയ ബന്ധങ്ങളിലേക്കൊക്കെ നിന്റെ മിഥില് സവാബ് നീ എത്തിക്കണം അല്ലാഹ്. അല്ലാഹ് അൽഹംദുലില്ലാഹ്. ഫിറോസ് അലി മാഷ് ഓൺലൈനിലൂടെ ഈ പരിപാടി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഒരു മാസത്തേക്ക് ചീരണിയേറ്റു. അല്ലാഹു ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ഇനി ആരാണ്? AK ഇബ്രാഹിം, അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു നൽകുമാറാവട്ടെ. ജോലിയിലൊക്കെ എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. ഇനി ആരാ? പെണ്ണുങ്ങളെ ഭാഗത്തുള്ള വിവരം കണ്ടു കിട്ടിയില്ല. ആരെയും കുട്ടികളൊന്നും പോയി നോക്കി അവിടെ. ഒരു മാസം അൽഹംദുലില്ലാഹ് നമ്മുടെ സദർ ഉസ്താദ് യൂസുഫ് ഉസ്താദ് ഒരു മാസം ഏറ്റു. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഹസീബ് പൂക്കയിൽ, അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ MP ഹമീദ് സാഹിബ്, അൽഹംദുലില്ലാഹ്, എല്ലാ സംരംഭത്തിന്റെയും ഭാഗമാകുന്നവരാണ്. അല്ലാഹു അതൊക്കെ കബൂലാക്കുമാറാവട്ടെ. ഇനി ആരാ ഉള്ളത്? സുഹൈല്, അൽഹംദുലില്ലാഹ്, സുഹൈൽ PK. നിങ്ങൾ എഴുതണ്ട. സുഹൈൽ PK, അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം നൽകി അല്ലാഹു ജീവിതത്തിലും കുടുംബത്തിലും ജോലിയിലൊക്കെ ബറക്കത്ത് നൽകുമാറാവട്ടെ. ഗർഭിണികളായ ബന്ധങ്ങൾക്കൊക്കെ അല്ലാഹു തആല നല്ല സലാമത്തും പൂർണ്ണ ഗർഭത്തിനു ശേഷം സുഖപ്രസവവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.